ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിന്ദുസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എൻ്റെ ഫ്രണ്ട് സരസ്വതീൻ്റെ മകളുടെ പാർട്ടിക്ക് പോവാം കേട്ടോ. കല്യാണത്തിന് ഏതായാലും പോകാൻ പറ്റുന്നില്ല. അപ്പം ഞാനുണ്ട്, ബിന്ദു ഉണ്ട്, പിന്നെ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പം കുറച്ച് പേരൊന്നും പറ്റുന്നിട്ടില്ല. അപ്പം ആ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. സജിതയും കൂടി ഉണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ. സജിതേനെ പരിചയമുണ്ടല്ലോ. സജിതേൻ്റെ വീട്ടിലൊക്കെ മകൻ്റെ കല്യാണത്തിന് ഞങ്ങളെല്ലാവരും PVS എല്ലാ ഫ്രണ്ട്സും കൂടി പോയ വീഡിയോ. ഒരു ചെറിയ മഴയത്ത് 2 വീലറും എടുത്തിട്ടാണ് കേട്ടോ ഞാൻ വന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു വലിയൊരു ബ്ലോക്ക് കുടുങ്ങിയത് കേട്ടോ. അപ്പോൾ എത്ര മണിക്കൂറാണ് എടുത്തത് അങ്ങോട്ട് പോവാൻ. ഡോക്ടറെ സമ്മതിച്ച് അയ്യോ, ഞാൻ എൻ്റെ കൂടെ വരികയാണെങ്കിൽ വലിയ ചിലപ്പോ ഇങ്ങനെ തെരഞ്ഞ് അങ്ങോട്ട് വരൂ വരേണ്ടി വരും. എന്റെ പെണ്ണായാലും എന്റെ ഓട്ടോ വിളിച്ചു പോയിക്കാൻ ഞാൻ ഓട്ടോ അറിയും. അതെ, ചേട്ടനാണെങ്കിലേ അങ്ങനെ അവര് ബിന്ദുവും ഹസ്ബൻഡും സജിതേനെയും കൂട്ടി എന്നെയും കൂട്ടിയിട്ടാണ് ഈ കോരി ചെറിയുന്ന മഴയത്തിട്ടോ. അങ്ങനെ മഴ പെയ്തതോടുകൂടി പിന്നെ പറയേണ്ട ബ്ലോക്ക്. 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ 11 മണിയായി. പിന്നെ സരസ്വതീൻ്റെ വീട്ടിലെത്തുമ്പോൾ 8:30ആയി. അപ്പോൾ ആലോചിക്കാലോ എത്ര മണിക്കൂർ. ഞാൻ കോഴിക്കോട് തൊട്ട് കുന്നമംഗലം വരെ ബ്ലോക്ക്. സ്ഥലമുണ്ട്, പിന്നെ ആൾ കുറവാണല്ലോ. അങ്ങനെയാണ് ഞാൻ അവരെ കാർ എടുക്കേണ്ട വെച്ച് എഴഞ്ഞ് ആമ എഴുന്ന പോലെ ഇരുന്ന് ഞങ്ങൾ പോയത്. ഡോക്ടറെ സമ്മതിക്കണം. പിന്നെ ഞങ്ങളവിടെ നിന്ന് വണ്ടിയിൽ നിന്ന് തന്നെ പറഞ്ഞു, പാവം ഞങ്ങളെയും ഇതാക്കിയിട്ട് ഒരാൾ ഉണ്ടായതുകൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ തിരിച്ചു പോയേനെ. ഇത്രയും രാത്രിയായിട്ട് ഒറ്റയ്ക്ക് പോവുകയായിരുന്നെങ്കിൽ. ഡോക്ടർ വന്നത് അപ്പം മഹാഭാഗ്യം. അപ്പോൾ ഡോക്ടറോട് നന്ദി പറയുന്നു. 7:43 മോന്റെ കല്യാണത്തിനൊന്നും സരസ്വതി വന്നില്ലെങ്കിൽ ഇന്ന് പോയാ പറയണം കേട്ടോ സജ്ജ. പിന്നെ വന്നതാവള് അവിടെ വന്നല്ല അത്രയും ദൂരെന്ന്. അതുകൊണ്ട് പക്ഷെ അന്ന് അവർക്ക് ബുദ്ധിമുട്ടില്ലേ, ബിന്ദുവിന്റെ അടുത്തേക്ക് വന്നതാ. ഇത് അല്ലല്ലോ ബസ്സിന്. പക്ഷെ അവർക്ക് ബുദ്ധിമുട്ട് അല്ല, ബസ്സിന് വന്നിട്ട് എരഞ്ഞിപ്പാലം ഇറങ്ങി എരഞ്ഞിപ്പാലത്ത് നിന്ന് ഓട്ടോ കയറി അതൊക്കെ വലിയ ഉണ്ടാക്കി കൊടുത്തു. സരസ്വതിനോട് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് പിന്നെ ഞങ്ങളെ മക്കളെ കല്യാണത്തിനൊന്നും വന്നില്ല. പെരുമഴയും ബ്ലോക്കും ഒക്കെ താണ്ടി ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്ക് സമയം 8:30ആയി. ഇങ്ങനെ നല്ല മഴയായിട്ടും ഒരുപാട് ആളുണ്ടായിരുന്നു. മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് താമരശ്ശേരിയിലൊക്കെ സരസ്വതി. അപ്പോൾ സരസ്വതീൻ്റെ മോളാണ്. ഞങ്ങൾ വരുമ്പോൾ അവൾ ഭക്ഷണം കഴിച്ചിരുന്നു. അപ്പോൾ അവൾ ഭക്ഷണം കഴിച്ച് തീരാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഇതാരാ സരസ്വതി? ഇവിടെ അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുട്ടോ. അശ്വതി ഭക്ഷണം കഴിച്ചു വന്നപ്പോൾ ഞങ്ങൾ പ്രസൻ്റൊക്കെ അവർക്ക് കൊടുത്തു. അങ്ങനെ കുറച്ച് സ്റ്റിൽസൊക്കെ എടുത്തു. ഈ ബ്രൗൺ ഷർട്ട് ഇട്ടതാണ് സരസ്വതീൻ്റെ ഹസ്ബൻഡ് ഇട്ടോ, അജിയേട്ടൻ എന്ന് പറയും. മൂപ്പര് ചെറിയൊരു ആരോഗ്യ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നൊക്കെ ഭേദമായി വന്നതാണ് കേട്ടോ.
ഈ മുടിയൻ സരസ്വതീൻ്റെ മോനാണ് കേട്ടോ. ഇത് സരസ്വതീൻ്റെ പുതിയ വീടാണ് കേട്ടോ. പണിയൊന്നും ഫുള്ള് കഴിഞ്ഞിട്ടില്ല. ഈ സമയമായപ്പോൾ നമ്മളെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന രാഘവൻ മാസ്റ്റർ വന്നിട്ടോ. അപ്പോൾ കുറച്ച് റഷൊക്കെ ആയി, എല്ലാവരും ഫോട്ടോ എടുക്കലും അതിൻ്റെയൊക്കെ തിരക്കായിരുന്നു കേട്ടോ. ഹലോ നോക്കാവില്ല ഞങ്ങൾക്ക് എൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. നിങ്ങളെ കൂടെ അല്ല, വാ വാ ഇങ്ങോട്ട് നിക്ക്. അതിലൊരു ഫോട്ടോ എടുക്കാറുണ്ടേ. അങ്ങനെ നമ്മുടെ സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ MV രാഘവൻ അവിടുന്ന് പുറപ്പെട്ടു. ഞങ്ങളും അതിൻ്റെ പുറകെ തന്നെ ഇറങ്ങിയിട്ടോ. ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.